വഅലൈക്കും അസ്സലാം. മനിയ് പുറപ്പെടുവിക്കുക, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. ഇസ്തിംനാ എന്നാണ് അതിന് ഫിഖ്ഹിൽ സാങ്കേതികമായി പറയുന്ന പേര്. സ്വയംഭോഗം എന്ന് അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കാണാം. സ്വന്തം പ്രവൃത്തി കൊണ്ട് മനിയ് പുറപ്പെടുവിക്കുന്നതിന്റെ വിധി ഹറാമാണ് എന്നാണ്. ഭാര്യയുടെ കൈകൊണ്ടോ ശരീരഭാഗങ്ങളെ കൊണ്ടോ ആണെങ്കിലേ അത് ഹലാലാവും. സ്വന്തം കൈകൊണ്ടോ മറ്റ് ഉപകരണങ്ങളുടെ മാർഗേണയോ മറ്റൊരാളുടെ ശരീരഭാഗം കൊണ്ടോ കൈകൊണ്ടോ ഒക്കെയാകുമ്പോൾ അത് ഹറാമാവുന്നു. ആകെ അനുവദനീയമായത് ഖുർആനില് പറഞ്ഞത് 2 മാർഗാണ്. അത് നിലവിൽ ഇന്ന് ഒന്നേ ഉള്ളൂ. ഏത്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഖുർആൻ ഒരു സംശയത്തിനും വഴിയില്ലാതെ വെട്ടി തുറന്ന ഖുർആൻ പറയുന്നത് എങ്ങനെയാണോ? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരുമാണ് ആ സത്യവിശ്വാസികൾ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല അല അസ്വാജിഹിം, അവരുടെ ഇണകളുമായിട്ട് ഒഴിച്ച്. ഇണകളെ തൊട്ട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടതില്ല. അഥവാ ഭാര്യയെ തൊട്ടിട്ട് ഭർത്താവോ ഭർത്താവിനെ തൊട്ട് ഭാര്യയോ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കേണ്ടതില്ല. ഗുഹ്യസ്ഥാനം പരസ്പരം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടത് ഭാര്യയും ഭർത്താവും തമ്മിലാണ്. രണ്ടാമത് പറയുന്നത് ഔ മാ മലക്കത്ത് അയ്മാനുഹും, നിയമപരമായി അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്റെ അടിമ സ്ത്രീയുമായി കൊണ്ടും ലൈംഗികമായ ബന്ധപ്പെടാം. ആ അടിമ സ്ത്രീക്ക് അവളുടെ യജമാനനുമായും ബന്ധപ്പെടാം. ഇത് 2 വിവാഹം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വില കൊടുത്തു വാങ്ങിയ നിയമപരമായ അടിമയും ഉടമയും തമ്മിലും മാത്രമേ ലൈംഗികമായ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരും അടിമ ഉടമയും അല്ലാതെ ലൈംഗികമായ പ്രവർത്തനം ആരുദ്ദേശിച്ചോ ആരിടപെട്ടോ ഫഉലൈക ഹുമുൽ ആദൂൻ, അല്ലാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് അവർ എന്ന് ഖുർആൻ. അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഈ സ്ഖലനമുണ്ടാക്കൽ, മനിയ് പുറപ്പെടുവിക്കൽ ഹറാമാകുന്നു. ഹറാമിന് പല കാറ്റഗറി ഉണ്ട്. വ്യഭിചാരം, അതുപോലെ തന്നെ സ്വവർഗഭോഗം, അത് തന്നെ പിന്ദ്വാരത്തിലുള്ള ഭോഗം. ഇതാണ് ഏറ്റവും കഠിനമായ കുറ്റം. അതിന്റെ താഴെയാണ് പറഞ്ഞ സ്വവർഗം തന്നെ മുഫാഹദത്ത് എന്ന് പറയും. അതായത് കാൽ തുടകൾക്കിടയിൽ ലൈംഗിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സുഖം അനുഭവിക്കുക. അത് വ്യഭിചാരത്തിന്റെ അതുപോലെ തന്നെ ഭൂതമൈഥുനത്തിന്റെ തൊട്ട് താഴെയുള്ള ഹറാമാണ്. അതിന്റെ താഴെയാണ് സ്വയംഭോഗം. ഒക്കെ ഹറാം തന്നെയാണ്. പക്ഷേ ഹറാമുകൾ വ്യത്യസ്ത അവസ്ഥയിലും ദർജയിലുള്ളതാണ് എന്ന് മാത്രം. ഏതായാലും അതൊക്കെ ഹറാമായ രീതി തന്നെയാണ്. അനുവദനീയമായ രീതി, ഹലാലായ രീതി ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ ഹറാമായത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഹറാമായത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. 2, ഭാര്യയുടെ പിന്തുവാരത്തിൽ ലൈംഗിക പ്രവർത്തനം നടത്തുക. ഇത് 2 ഹറാമാണ്. അല്ലാത്തതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഹലാലാണ്.